അപ്പോൾ പറഞ്ഞു വന്നത്, അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചരിത്രം ഏകദേശമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും അറിയാവുന്നതാണ്. എന്നിരുന്നാലും ഒരിക്കൽ കൂടി പറയേണ്ട ബാധ്യത ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പഠനകാലം മുതൽ തന്നെ അദ്ദേഹത്തിന് അയിത്തവും അനാചാരങ്ങളും ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ഒരു നേതാവ്, 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം അഭ്യസിച്ചിരുന്ന ഒരു നേതാവ് എന്ന് പറയുന്നതാണ് അംബേദ്കർ. 20-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം അത്രത്തോളം പഠിച്ച ഒരാളെന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരാൾ കൂടിയുണ്ട്, നെഹ്റു എന്ന് പറയുന്ന നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി കൂടിയുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി രണ്ടുപേർക്കും കിട്ടിയ ഒരു റിസോഴ്സസ് അത് വളരെ വ്യത്യാസമാണ് എന്ന് നമുക്ക് പലർക്കും അറിയാം. കാര്യം നെഹ്റു ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് മറ്റു ഒരു പ്രശ്നങ്ങളുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി പ്രാഥമിക വിദ്യാഭ്യാസ സമയത്ത് പോലും വളരെയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്ന, ചണച്ചാക്കിലിരുന്ന് പഠിക്കേണ്ടി വന്ന, അദ്ദേഹത്തിൻ്റെ അച്ഛനെ കാണാൻ പോകുന്ന വഴിക്ക് പാതി വഴിക്ക് കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നു പോകേണ്ടി വന്ന ഒരു മനുഷ്യൻ, ഇന്ത്യൻ ഭരണഘടന എഴുതാനായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളത് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കേണ്ടതായിട്ടുണ്ട്. അംബേദ്കർ എന്ന് പറയുന്ന ഒരു നേതാവിനെ നമുക്ക് കിട്ടാനായി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ കൊടുത്തു എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ വന്ന് നമ്മുടെ രാജ്യത്തെ പിടിച്ചടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് എന്ന് പറയുമ്പോഴും ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്നതും അദ്ദേഹത്തിന് വേണ്ടി ഒരു പരിധിവരെയും വാദിച്ചുകൊണ്ടിരുന്നതും ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ അംബേദ്കറെ സംഘപരിവാർ വളരെ വലിയ രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ ഒരു ടൂളായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്ന ഒരു ലീഡേഴ്സ് മീറ്റിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം ഉണ്ടായിരുന്നു, റെപ്രസെൻറ്റേഷൻ ആസ് എ പൊളിറ്റിക്കൽ ടൂൾ എന്ന് പറയുന്ന, പ്രാതിനിധ്യത്തെ ഒരു പൊളിറ്റിക്കൽ ടൂളായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്താണെന്നുള്ളതൊരു വർക്ക്ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ കമ്മ്യൂണൽ അവാർഡിനെ കുറിച്ച് ഏകദേശമുള്ള ആളുകൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ദളിതർക്ക് മണ്ഡലമുണ്ടാകുകയും ദളിതർ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം. പക്ഷെ അത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ നേതാവ് ഗാന്ധിജി എന്ന് പറയുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നിരാഹാര സത്യാഗ്രഹം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത സമരങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ ഒട്ടുമിക്ക സമരങ്ങളും തോൽവി തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു വിജയം കൊടുത്ത ഒരു സമരം എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണൽ അവാർഡ് റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അനീതിന്മേൽ അനുഷ്ഠിച്ച ഒരു നിരാഹാര സത്യാഗ്രഹം തന്നെയായിരുന്നു. അതിന് പകരമായി പൂനെ പാക്ട് എന്ന് പറയുന്ന ഒരു സംഗതി അവർക്ക് വേണ്ടി അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൂനെ പാക്ട് എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായി തിരഞ്ഞെടുക്കുകയും, എന്നാൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവരെ കൈയാളുന്നത് ആരാണോ, അവരെന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെയാണ് നടപ്പിലാക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരുപാട് മനസ്സോട് അംബേദ്കർ അതിനെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം കൂടിയായിരുന്നു അന്നുണ്ടായിരുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ ഇല്ലാന്നുണ്ടെങ്കിൽ അംബേദ്കറെ നശിപ്പിക്കും, കൊന്നുകളയും എന്ന് പറയുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് മനസ്സോടെ സമ്മതിക്കേണ്ട ഒരവസ്ഥ. പിന്നെ ഇന്ന് ഹിന്ദു സ്ത്രീകൾ ഇന്നിപ്പോൾ ഒരുപാട് ഹിന്ദു ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരോട് കൂടി ഒന്ന് പറയാനുള്ളത്, ഇന്ന് ഹിന്ദുക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഹിന്ദു കോഡ് ബില്ല് വഴി നടത്തിയിട്ടുള്ള
അത് അദ്ദേഹത്തിൻ്റെ ഭരണഘടനയിലൂടെ ഹിന്ദു കോഡ് ബില്ല് വഴിയാണ് കിട്ടിയിട്ടുള്ളത് എന്നുകൂടി ഒന്ന് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം പെൺമക്കൾക്ക് പിതാക്കളുടെ സ്വത്തിന്മേൽ ഒരു അധികാരവും ഇല്ലാതിരുന്ന ഒരു സമയം കൂടിയായിരുന്നു ആ ഒരു സമയം, ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഹിന്ദു കോഡ് ബില്ല് വരുന്നത് കൂടിയാണ് ആൺമക്കൾക്ക് എന്തൊക്കെയാണോ അവകാശം അതുപോലെ തന്നെ പെൺമക്കൾക്കും അതിൽ അവകാശം ഉണ്ടാകണമെന്ന് വാദിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു അംബേദ്കർ എന്ന് പറയുന്നത്. ഒരു ഹിന്ദു ഭൂരിപക്ഷ ഭരണമുണ്ടായാൽ ഈ രാജ്യം വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്ന് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ തൻ്റെ ഇടത്തോടുകൂടി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ ഒരു നേതാവ് കൂടിയാണ് അംബേദ്കർ എന്ന് നമ്മൾ ഓർക്കണം. അന്ന് അത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ അത്രത്തോളം ധൈര്യം പോകുന്ന ഒരു നേതാവ് വേറെ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ് എന്ന് തോന്നുന്നു. ഈ അംബേദ്കറിന്റെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിച്ചതിൽ ഈ ഒരു മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.